പ്രിയ സുഹൃത്തുക്കളെ, സുപ്രഭാതം. ജീവിതത്തിൽ ചിലരെയൊക്കെ തിരിച്ചറിഞ്ഞാൽ നിർത്തേണ്ടിടത്ത് നിർത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഏഷണിക്കാരെ വീടിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അവർ മനസ്സിൽ കുശുമ്പ് നിറച്ച് കലഹത്തെ പ്രസവിക്കുന്നവരാണ്. ഈ കൂട്ടർക്ക് ആരെങ്കിലും സമാധാനത്തോടെ ജീവിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളുടെ മുമ്പിൽ ഇവർ വിളക്കച്ചിരിക്കുകയും കഴിയുമെങ്കിൽ നിങ്ങളെ സോപ്പിട്ട് അല്പം പണം വാങ്ങിച്ചു കൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ വിളി എന്തായിരിക്കും എന്നറിയാം. നമ്മളെ വിളിക്കുന്നത് മോനെ, മോളെ, ചക്കരെ, അച്ചായ, ചേട്ട, അണ്ണ, ചേച്ചി, നമ്മളെക്കുറിച്ച് പറയാവുന്നതിൻ്റെ മാക്സിമം അവർ പറയുകയും അവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇത് വാങ്ങിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കല്ലിനേക്കാൾ കഠിന ഹൃദയമുള്ളവരാണ്. അത് പെട്ടെന്നൊന്നും അലിഞ്ഞു പോകുന്ന മനസ്സല്ല. അവരുടെ മനസ്സ് തന്നെ ജന്മന ഗർഭം ധരിച്ചിരിക്കുന്നത് കലകളാണ്. സൂക്ഷിക്കാം. ഇവർ വിഷം അവസരമുള്ളപ്പോൾ നാട്ടുകാരിലേക്ക് ചീറ്റി കൊടുക്കുന്ന കൂനിയായ മന്ത്രര. ഞാൻ അവരെ കൊണ്ടുവരുന്നില്ല, എങ്കിലും ഞാൻ കൊണ്ടുവന്നതാണ്. കൂനിയായ മന്ത്രയോ താടകയൊക്കെ. ഇവരുടെ പ്രത്യേകത, മക്കൾ ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് ഇഷ്ടമല്ല. മരുമകളോ ഒരുമിച്ചിരിക്കുന്നതോ സംസാരിക്കുന്നതോ അവരെ സംബന്ധിച്ച് വലിയ പ്രയാസം. അയൽക്കാർ സമാധാനത്തോടെ കഴിയുന്നെങ്കിൽ അവർ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാകും. പിന്നെ എന്തെങ്കിലും കുറ്റം ഇവരിൽ കണ്ടിരിക്കും. ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ പോകുന്ന കണ്ടാൽ അവരെ വൈകുന്നേരത്ത് അവരെ അടിച്ചു പിരിക്കാനുള്ള മാർഗം ഇവർ കണ്ടിരിക്കും. ഇവരുടെ മനസ്സ് മുഴുവൻ വിഷലിബ്ധമാണ്. എന്താണ് ഇവരുടെ പ്രതിവിധി? മനുഷ്യരെ രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന്, കാര്യങ്ങൾ എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവർ. രണ്ട്, ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ ചിരിച്ചുകൊണ്ട് അങ്ങ് പോവും, അല്ലെങ്കിൽ നിശബ്ദമായിട്ട് അങ്ങ് പോവും. ഇവരെ സംബന്ധിച്ചിടത്തോളം, ചിരിച്ചുകൊണ്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലെന്താണ്, പ്രസവിക്കാത്തവർ അമ്മമാരാവത്തില്ലല്ലോ, ചെയ്യാത്ത കുറ്റത്തിന് എന്തെങ്കിലും പറയട്ടെന്ന് അവർ പറഞ്ഞോട്ടെ. അവർ പറഞ്ഞവരുടെ വായ്നാറ്റത്തിന് ഔഷധമെന്തെന്നോതി വെറ്റക്കറയുടെ മോണതൊലിച്ചു പോലുമെന്ന് അത് കടമിട്ട പറയാം. വയനാട്ടത്തിന് ഔഷധമില്ലാത്തതുകൊണ്ട് പറഞ്ഞു തിരിക്കട്ടെ. ഈ ഏഷന് പറയുന്നതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കും? ആരാ പറഞ്ഞത് കളയുക. ചിലർ പറയും ആരാ പറഞ്ഞത് കളയുക. രാജവെമ്പാല എന്തായാലും നീർക്കോലെ പ്രതീക്ഷിക്കണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ അങ്ങ് കളഞ്ഞേക്കുക. ഇവർ മരിച്ചു കിടക്കുമ്പോൾ പോലും എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് ചോദിച്ച് യമരാജാവിനോടോ അല്ലെങ്കിൽ മരണത്തിന് ദൂതനോടോ പറയും, എന്നെ ഒരു സെക്കൻഡ് ഒന്ന് വിട്ടേക്കാവോ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. അവർ ചിലപ്പം ഇരുന്നിട്ട് പറയും, ഇതുമല്ല അവനും അവൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കടക്ക് കിടക്കും. കാരണം അവസാന നിമിഷം വരെയും ചിതയെ കൊണ്ടുപോകുന്നിടം വരെ, അല്ലെങ്കിൽ അടക്കുന്നിടം വരെ ഇവരുടെ മനസ്സ് മുഴുവൻ ഏഷണിയാണെന്ന് ചിന്തിക്കുക. രണ്ട്, ഇവരുടെ കൈ കൂട്ടിക്കിട്ടുമ്പോൾ ആലോചിച്ച് വേണം, ആ സമയത്തും ഇവർ ഇങ്ങനെ നഖത്തെ ചൊറിയുമായിരിക്കും. അത് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നതല്ല. ഇവരുടെ മനസ്സ് മുഴുവൻ നീ ചിതയിലേക്ക് അവസാനം എത്തുന്ന നിമിഷം വരെയും എത്തിത്തീർന്നാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മരണത്തോട് അടുക്കുമ്പോൾ ഇവർക്ക് ജങ്ക് ഭാഷകളാണ്. ജങ്ക് ഭാഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. ഒന്ന് ചൊറിച്ചു മേലെ നോക്കിയാൽ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ജങ്ക് ഭാഷ എന്ന് പറഞ്ഞാൽ ജങ്ക് ഉപയോഗശൂന്യമായ ഭാഷണം നടത്തുന്നവരാണ്. അപ്പം ഇവരുടെ അസ്ഥി ഉണ്ടല്ലോ, ഭൂമിയിൽ ഏറ്റവും വൈൽഡ്, ഏറ്റവും വന്യം എന്ന് പറയാനത്തില്ല, ഭൂമിയിൽ ഏറ്റവും ക്രൂരമൊന്നും പറയാനത്തില്ല, പ്രകൃതിക്ക് ക്രൂരതയില്ല, ഏറ്റവും പെട്ടെന്ന് പ്രക്ഷുബ്ധമായി ഇരിക്കുന്ന കടൽ അന്റാർട്ടിക് ഓഷനാണ്. ഇവരുടെ അസ്ഥി ദേവി ഇത് ഈ കേരളത്തിലെങ്ങും ഇടരുത്, പ്രത്യേകിച്ച് നമ്മുടെ സമുദ്രത്തിലൊന്നും ഇടരുത്. അന്റാർട്ടിക് ഓഷനെ കൊണ്ടിട്ടേക്കണം കേട്ടോ. അന്റാർട്ടിക് ഓഷന് ഭയങ്കരമായിട്ട് ഇനി ഒരു ശകലം പൊടി പോലും കിട്ടത്തില്ല. ഒട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂക്ഷിക്കുക. സമാധാനത്തോടെ ജീവിക്കുന്നവരും അന്തസ്സോടെ ജീവിക്കുന്നവരുമൊക്കെ ഇങ്ങനെ പറയുന്നവരുടെ ഏഷനെ കണ്ട് ഭയക്കില്ല, പുഞ്ചിരിച്ചുകൊണ്ട് പോവുക. പിന്നെ വരുന്നുണ്ട്, ഇത് നിപ്പയേക്കാൾ മോശമാണ്, ഇത് വസൂരിയേക്കാൾ മോശമാണ്, ഇത് നമ്മുടെ ചിക്കൻ പോക്സിനൊക്കെ വിഷയമാണ്. ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ എലിപ്പനിയല്ല, വേറെണ്ണം വന്നിട്ടുണ്ടല്ലോ, കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഭൂകമ്പം കൊണ്ട് താർന്നാലും വേണ്ടിയില്ല, ഇവരെ വീട്ടിൽ കയറ്റിയാൽ കുറേ കുടുംബങ്ങളെ അവർ കലഹിപ്പിച്ച് നന്നാക്കും. നമുക്കൊരു കാര്യം ചെയ്യേണ്ടതെന്നറിയോ, ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി നമുക്ക് ചെയ്യാതിരിക്കാം. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരു.